ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇവിടെ വെന്റിലേറ്റേഴ്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. വെന്റിലേറ്റേഴ്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് ബ്രഷപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു പേഷ്യന്റിന് വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുക്കാനുള്ളത് ന്യൂമറസ് ഇൻഡിക്കേഷൻ ഉണ്ട്. അതിന് നമ്മൾ ജസ്റ്റ് 3 ഹെഡിങ്സിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരികയാണ് എങ്കിൽ നമുക്കതിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം: ഇൻഅഡിക്വേറ്റ് ഓക്സിജനേഷൻ, ഇൻഅഡിക്വേറ്റ് വെന്റിലേഷൻ, എയർവേ പ്രൊട്ടക്ഷൻ. ഇൻഅഡിക്വേറ്റ് ഓക്സിജനേഷൻ. എന്താണ് ഇൻഅഡിക്വേറ്റ് ഓക്സിജനേഷൻ എന്ന് പറയുന്നത്? ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ, ആവശ്യത്തിന് ഓക്സിജൻ കിട്ടുന്നില്ല. അങ്ങനെ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാത്ത എല്ലാ പേഷ്യന്റിനെയും നമുക്ക് വെന്റിലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെയുള്ളവർ വെന്റിലേറ്റ് ചെയ്താൽ മതി? ഒരു അക്യൂട്ട് ഹൈപ്പോക്സീമിയ ആയിട്ടുള്ള പേഷ്യന്റ്, അതേ പേഷ്യന്റിന്റെ തന്നെ PaO2 ലെവൽ <60 ആണെങ്കിൽ മാത്രം നമുക്ക് വെന്റിലേറ്ററി സപ്പോർട്ട് കൊടുത്താൽ മതി. അക്യൂട്ട് ഹൈപ്പോക്സീമിയ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്ലഡിലെ ഓക്സിജന്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് അക്യൂട്ട് ഹൈപ്പോക്സീമിയ എന്ന് പറയുന്നത്. ഈ അക്യൂട്ട് ഹൈപ്പോക്സീമിയ വരുന്ന കണ്ടീഷൻസിന് എക്സാമ്പിൾ ആണ് അറ്റലക്ടാസിസ്. അറ്റലക്ടാസിസ് എന്ന് പറഞ്ഞാൽ കൊളാപ്സ് ഓഫ് ആൽവിയോളെ, സ്മാൾ എയർവേ പാരൻകൈമൽ ഡിസീസസ് ഓർ ഇൻഫെക്ഷൻ. സ്മാൾ എയർവേ ഓർ പാരൻകൈമൽ ഡിസീസസ് ഓർ ഇൻഫെക്ഷൻ. ഇതിലും അക്യൂട്ട് ഹൈപ്പോക്സീമിയ വരാം. പിന്നെ PARDS എന്ന് പറഞ്ഞാൽ പീഡിയാട്രിക് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. ഇതിലൊക്കെ ഒരു അക്യൂട്ട് ഹൈപ്പോക്സീമിയ ആണ് വരുന്നത്. അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് എന്ത് ചെയ്യണം? വെന്റിലേറ്ററി സപ്പോർട്ടിൽ ഇടണം. ഓക്കെ, ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോറി, എന്താണ് അക്യൂട്ട് ഹൈപ്പോക്സീമിയ എന്ന് വെച്ചാൽ ബ്ലഡിലുള്ള ഓക്സിജന്റെ കുറവ്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോക്സിയയോ? ടിഷ്യൂവിലുള്ള ഓക്സിജന്റെ കുറവ്. അങ്ങനെയാണെങ്കിൽ ഇസ്കീമിയയോ? ടിഷ്യൂവിന് ബ്ലഡ് എത്തുന്നതിനുള്ള കുറവ്, അഡിക്വേറ്റ് ആയിട്ടുള്ള ബ്ലഡ് ടിഷ്യൂവിലേക്ക് എത്തുന്നില്ല. ഓക്കെ, അപ്പൊ ഈ 3 വേർഡ്സ് മനസ്സിലായല്ലോ. എന്താണ് ഹൈപ്പോക്സീമിയ, എന്താണ് ഹൈപ്പോക്സിയ, എന്താണ് ഇസ്കീമിയ. ഓക്കെ, നെക്സ്റ്റ് ഇൻഅഡിക്വേറ്റ് വെന്റിലേഷൻ. ഒന്നെന്ന് പറയുന്നത് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടുന്നില്ല. രണ്ടെന്ന് പറയുന്നത് അനാവശ്യമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ബിൽഡപ്പ് ചെയ്യുന്നു, അല്ലേ? അപ്പൊ ഒന്ന് ആവശ്യവും ഒന്ന് അനാവശ്യവുമാണല്ലേ ഇൻഅഡിക്വേറ്റ് വെന്റിലേഷൻ. അപ്പോ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ബിൽഡപ്പ് ചെയ്യുന്നതിനെ നമ്മൾ ഹൈപ്പർ കാപ്നിയ എന്ന് പറയുന്നു. അപ്പം അതെങ്ങനെയാണ്? അതും പെട്ടെന്നുള്ളതാണ് കേട്ടോ, അക്യൂട്ട് ഹൈപ്പർ കാപ്നിയ. ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു ABG സാമ്പിൾ എടുക്കുമ്പോഴത്തേക്ക് ഒരു പേഷ്യന്റ് എപ്പോഴാണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ബിൽഡപ്പ് കൂടുതലാണെന്ന് പറയുന്നത്? അത് ഗ്രേറ്റർ ദാൻ 50 mmHg, PaCO2 ലെവല് ഗ്രേറ്റർ ദാൻ 50 mmHg ആണെങ്കിലാണ് നമ്മൾ പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവല് കൂടുതലാണ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം നോർമൽ എത്രയാണ്? 35 to 45 mmHg. അപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ PaCO2 ലെവല് ഗ്രേറ്റർ ദാൻ 50 mmHg ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യന്റിന് വെന്റിലേറ്ററി സപ്പോർട്ടിൽ ഇടണം. അപ്പൊ എപ്പോഴാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നത്? അതെങ്ങനെയാണ്? ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസസ് ഉണ്ടാകുമ്പോഴാണ്. എന്താണ് ഈ ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസസിന്റെ അണ്ടറിൽ വരുന്നത്? COPD ആൻഡ് ആസ്മ. ഓക്കെ, അതാണ് ഇൻഅഡിക്വേറ്റ് വെന്റിലേഷൻ. ഇനി ഇതിലൊന്നും പെടാത്ത ഒരാളുണ്ട്, അതാണ് എയർവേ പ്രൊട്ടക്ഷൻ. എന്നുവെച്ചാൽ ഇപ്പം റീസെന്റ് ലങ്സിന് ഒരു പ്രോബ്ലവും ഇല്ല, റെസ്പിറേഷൻ ഒക്കെ ഓക്കെ ആണ്, കുഴപ്പമില്ല. വെന്റിലേറ്റ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിയർ ഫ്യൂച്ചറിൽ എന്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്? പേഷ്യന്റിന്റെ എയർവേക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് നമ്മൾ പേഷ്യന്റിനെ എന്ത് ചെയ്യും? വെന്റിലേറ്ററി സപ്പോർട്ടിൽ ഇടും, വെന്റിലേറ്ററി സപ്പോർട്ട് കൊടുക്കും. അപ്പം അതിൽ വരുന്നതാണ് ട്രോമ ഉള്ള സ്പൈനൽ ഇഞ്ചുറി ഉള്ള പേഷ്യന്റ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു പേഷ്യന്റ് സ്പൈൻ കേസ് നമ്മുടെ വാർഡിലുണ്ടെങ്കിൽ നമ്മുടെ വാർഡിലുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര അലേർട്ട് ആയിട്ടിരിക്കണം. എപ്പോഴാണ് അവർക്ക് റെസ്പിറേറ്ററി അറസ്റ്റ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ അങ്ങനെയുള്ള കേസിൽ നമുക്ക് മുൻകൂട്ടി ഒരു വെന്റിലേറ്ററി സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി നമുക്കറിയാം, നമ്മൾ ന്യൂറോ സർജറിയിലേക്കാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ
നമുക്കറിയാം നമ്മൾ എപ്പോഴും എന്താണ് GCS സ്കോർ നമ്മൾ മെഷർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പേഷ്യന്റ് എന്താണെന്ന് നോക്കണം. എന്ത് ഹെഡ് ഇഞ്ചുറി ആണ്, മൈൽഡ് ആണോ, മോഡറേറ്റ് ആണോ, സിവിയർ ആണോ എന്ന് നമുക്ക് അതനുസരിച്ചിട്ട് അസസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. GCSന്റെ അനുസരിച്ചിട്ട് നമ്മൾ ഒരു പേഷ്യന്റിന് എപ്പോൾ വെന്റിലേറ്റർ സപ്പോർട്ടിൽ ഇടണം എന്ന് നമ്മൾ ചോദിച്ചാൽ, അക്കോർഡിംഗ് ടു GCS നമുക്ക് GCSന്റെ ഫുൾ സ്കോർ എന്ന് പറയുന്നത് 15 ആണ്, 15 ആണ്. ഒരു 13 മുതൽ 15 വരെ മോഡറേറ്റ് ഹെഡ് ഇഞ്ചുറി ആണ്, വലിയ കുഴപ്പമുള്ളതല്ല. പക്ഷേ ഒരു 12 മുതൽ 9 വരെ നമുക്ക് എന്താണ് മൈൽഡ്, 15 മുതൽ 13 മുതൽ മൈൽഡ് ആണ്. പക്ഷേ ഒരു 12 മുതൽ 9 വരെ നമുക്ക് എന്താണ് മോഡറേറ്റ് ആണ്. 3 to 8 എന്ന് പറയുന്നത് സിവിയർ ഹെഡ് ഇഞ്ചുറി ആണ്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, ആ പേഷ്യന്റിനെ നമുക്ക് വെന്റിലേറ്റർ സപ്പോർട്ടിൽ ഇട്ടേ പറ്റുള്ളൂ. പിന്നെ ന്യൂറോളജിക്കലി തന്നെ നമ്മൾ പറയുവാണെങ്കിൽ ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. നമുക്കറിയാം ഈ GRBS എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് ഉണ്ട് അല്ലേ, ഗുളൻ ബാരിയർ സിൻഡ്രോം എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ്. അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ നമ്മൾ എപ്പോഴും ഒരു വെന്റിലേറ്റർ സപ്പോർട്ട് വെച്ചിരിക്കണം. എപ്പോഴാണ് അവർക്കൊരു റെസ്പിറേറ്ററി പാരാലിസിസ് മുകളിലോട്ടാണ് വരുന്നത് അല്ലേ, അസെൻഡിങ് പാരാലിസിസ് ആണ്. അപ്പൊ അത് മുകളിലോട്ട് വന്ന് എപ്പോഴാണ് നമ്മുടെ റെസ്പിറേറ്ററി മസിൽസിനെ എഫക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ അങ്ങനെയുള്ളവരെ ഇടാറുണ്ട്. പിന്നെ പോസ്റ്റ് ഇക്ടൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മളെ ഒരു പേഷ്യന്റ് കണ്ടിന്യൂസ് ആയിട്ട് സീഷേഴ്സ് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ പുള്ളിക്കാരന് സീഷേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, പുള്ളി കോൺഷ്യസ് ആയിട്ടുള്ള സമയം കുറവാണെന്നാണ് അർത്ഥം. അപ്പൊ കോൺഷ്യസ് ആയിട്ടുള്ള സമയവും കുറവാണ്, പുള്ളിക്ക് അത്രത്തോളം വായിൽ എന്തുണ്ട്, ഇത്ര സലൈവ ഇത്രയും വരുന്നുണ്ട്, സെക്രീഷൻസ് ഇത്രയും വരുന്നുണ്ട്. അപ്പൊ ആ സെക്രീഷൻസ് എല്ലാം എന്ത് ചെയ്യാം, ആസ്പിറേറ്റ് ചെയ്ത് അത് പിന്നെയും കോംപ്ലിക്കേഷനിലോട്ട് പോകും. അപ്പൊ നമുക്ക് ആ പേഷ്യന്റിനെ ഇൻറ്റുബേറ്റ് ചെയ്യാതെ വേറെ മാർഗമില്ല അല്ലേ. പിന്നെ ഇൻടോക്സിക്കേഷൻ, അവിടെയും നമ്മളൊരു പേറ്റന്റ് എയർവേ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറയാറുണ്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് വരുന്ന ഒരു ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവിലുള്ള ഒരു പേഷ്യന്റ് നമ്മൾ പെട്ടെന്ന് എക്സ്റ്റുബേറ്റ് ചെയ്യുമോ, ഒരിക്കലും ഇല്ല. ആ പേഷ്യന്റ് സെഡേഷൻ എഫക്റ്റ് എപ്പം മാറുന്നോ, പേഷ്യന്റ് എപ്പം കോൺഷ്യസ് ആയി എന്ന് നമുക്ക് തോന്നുന്നു, ആ ഒരു സമയമൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. കാരണം അവിടെയും ആസ്പിറേഷന്റെ സാധ്യതകൾ കൂടുതലാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകളിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എയർവേ പ്രൊട്ടക്ഷന് വേണ്ടി പേഷ്യന്റിനെ വെന്റിലേറ്ററി സപ്പോർട്ടിൽ ഇടാറുണ്ട്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. നമ്മൾ കോമൺലി പേഷ്യന്റ് ഇപ്പൊ വെന്റിലേറ്ററി സപ്പോർട്ട് കൊടുക്കണം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുന്നത്, ഒരു വാലും തുമ്പും ഇല്ലാതെ കുറെ കണ്ടീഷൻസ് പറയും. പക്ഷെ നമുക്ക് അതിനെ ഈ ഒരു 3 ഹെഡിങ്ങിന് നമുക്ക് നീറ്റ് ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി എന്താണ് അതിന്റെ ബേസിക്സ്, നമ്മുടെ വെന്റിലേറ്ററിന്റെ ബേസിക്സ്. ഇതാണ് എല്ലാവരും അറിയാനായിട്ട് അല്ലേ, ഭയങ്കര അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണല്ലേ, ബേസിക്സ് എന്തൊക്കെയാണ്. അപ്പൊ മോഡ്സ് എന്ന് പറയുമ്പോൾ പല മോഡ്സ് ഉണ്ട് അല്ലേ, വെന്റിലേറ്ററിന് പല മോഡ്സ് ഉണ്ട്. പക്ഷെ എല്ലാ മോഡ്സിലും ഉള്ള കോമൺ ആയിട്ടുള്ള സെറ്റിംഗ്സ് ആണ് താഴെ വരുന്നത്. എന്തൊക്കെയാ, ടൈഡൽ വോളിയം, ഫ്രീക്വൻസി, FiO2, പീപ്പ്, ഐ റേഷ്യോ, ട്രിഗേഴ്സ്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് പഠിക്കാം, ഈ മോഡ്സിൽ വരുന്ന സെറ്റിംഗ്സ് പഠിക്കാം. മോഡ്സ് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ നമുക്ക് സെറ്റിംഗ്സിലേക്ക് പോവാം. അപ്പൊ ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ദ എമൗണ്ട് ഓഫ് എയർ എ പേഷ്യന്റ് ഇൻഹേൽ വിത്ത് ഈച്ച് ബ്രെത്ത് വയൽ ഓൺ എ വെന്റിലേറ്റർ, അതാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. അപ്പോ ടൈഡൽ വോളിയം നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, TV എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. TV എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ടൈഡൽ വോളിയം എങ്ങനെ സെറ്റ് ചെയ്യും, എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, ഓരോ ബ്രെത്തിലും എത്ര എമൗണ്ട് ഓഫ് എയർ ഇൻഹൈൽ ചെയ്യുന്നുണ്ട്, അതാണ് ടൈഡൽ വോളിയം. അത് നമ്മൾ സെറ്റ് ചെയ്യണം. അത് യൂഷ്വലി സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 6 to 8 ml per kg ഓഫ് പ്രഡിക്റ്റഡ് ബോഡി വെയിറ്റ് ആണ്. അപ്പോൾ ഒരു പേഷ്യന്റ് പ്രഡിക്റ്റഡ് ബോഡി വെയിറ്റ് 50 kg ആണെങ്കിൽ ആ പേഷ്യന്റിന് സെറ്റ് ചെയ്യാനുള്ള ടൈഡൽ വോളിയം 50 into 8 ആണ്. അതാണ് നമ്മൾ സെറ്റ് ചെയ്യാനുള്ള ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാ പേഷ്യൻസിനും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. നമുക്കറിയാം നമ്മളൊരു വോളിയമാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ലങ്സ് സെയിം ആയിരിക്കണമെന്നില്ല. പല കണ്ടീഷൻ കൊണ്ട് ലങ്സിന് പല പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അധികമായിട്ടുള്ള വോളിയം കൊടുത്താൽ എന്ത് ചെയ്യാനുള്ള ഇതുണ്ട്, ലങ്ങിന് പല ട്രോമകളും ഉണ്ടാകും, പല കംപ്ലൈൻസും ഉണ്ടാവും. അപ്പോൾ എക്സസ് വോളിയം കൊണ്ടുണ്ടാവുന്ന ട്രോമനെ നമ്മൾ വോളിട്രോമ എന്നാണ് പറയുന്നത്.
ARDS എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. അപ്പോൾ ഈ നിപ്പയൊക്കെ വന്നപ്പോൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള പേരാണ് അല്ലേ ARDS എന്ന്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ചെയ്തിരുന്നത് എന്താന്ന് വെച്ചാൽ അവരുടെ ടൈഡൽ വോളിയം നമുക്ക് കുറച്ചേ വെക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ഫ്ലൂയിഡ് ഒക്കെ ഫിൽഡ് ആയിട്ട് ഇരിക്കുവാണ്, നമുക്ക് പുറമേ നിന്ന് ഇത്രയും വോളിയം കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ലങ്സ് എന്ത് ചെയ്യും, ലങ്സ് പൊട്ടിപ്പോകും. കാരണം നമ്മൾ ഓൾറെഡി അവിടെ ഇത്രയും ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടിരിക്കും, വീണ്ടും നമ്മൾ എയർ കുത്തി നിറച്ചാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കേ. അപ്പോൾ ആൽവിയോളി പൊട്ടും. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ വോളിയം കുറയ്ക്കണം. എങ്ങനെ നമുക്ക് ടൈഡൽ വോളിയം കുറയ്ക്കാമെന്ന് ചോദിച്ചാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ml/kg ഓഫ് പ്രഡിക്റ്റഡ് ബോഡി വെയിറ്റ് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഓക്കെ. ഇനി ലോ ടൈഡൽ വോളിയം യൂസ് ചെയ്യേണ്ടത് ARDSൽ മാത്രമാണോ? അല്ല, വേറെയും കണ്ടീഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇൻക്രീസ് എയർവേ റിക്വയർമെന്റ്സ് വേണ്ടുള്ള, എയർവേ പ്രഷർ റിക്വയർമെന്റ്സ് വേണ്ടുള്ള കണ്ടീഷൻസ് ആണ്, റിക്വയർമെന്റ്സ് ഉള്ള കണ്ടീഷൻസ് ആണ് ARDS, പൾമിനറി എഡിമ. അത് ഞാൻ പറഞ്ഞല്ലോ, ARDSും പൾമിനറി എഡിമ ആണെങ്കിൽ ഓൾറെഡി ഫ്ലൂയിഡ് ഫിൽഡ് ആണ്, അവിടെ വീണ്ടും നമ്മൾ എയർ കുത്തി നിറയ്ക്കേണ്ട ആവശ്യമില്ല. എംഫൈസീമയിൽ എന്താണ് ഇൻക്രീസ് ഓഫ് ലങ് കംപ്ലയൻസ്. ലങ് കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ ലങ്ങിനെ സ്ട്രെച്ച് ചെയ്താൽ റീകോയിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ഇത് സ്ട്രെച്ച് ചെയ്ത് അങ്ങ് പൊക്കോണ്ടിരിക്കത്തേ ഉള്ളൂ, റീകോയിൽ ചെയ്യത്തില്ല. അവിടെ നമ്മൾ വീണ്ടും വീണ്ടും എയർ കുത്തി നിറച്ചാലുള്ള അവസ്ഥ എന്താണ് അതറിയാലോ, വീണ്ടും സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, റീകോയിൽ ചെയ്യില്ല. അവിടെയും നമ്മൾ വോളിയം കുറയ്ക്കണം, ടൈഡൽ വോളിയം കുറയ്ക്കണം. പിന്നെ ന്യൂമോണക്ടമി അറിയാലോ, നമ്മളവിടെ നേരത്തെ ഉണ്ടാകുന്ന സർഫസ് ഏരിയ അല്ല, ന്യൂമോണക്ടമി ചെയ്തിട്ട് സർഫസ് ഏരിയ കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത്രയും വോളിയത്തിന് അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് വീണ്ടും അത്രയും വോളിയം കുത്തി നിറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇത്തരം കണ്ടീഷനുകളിൽ നമ്മൾ കുറച്ചും കൂടി അലേർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടൈഡൽ വോളിയം നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അലേർട്ട് ആയിരിക്കണം. നമ്മളത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടുള്ളത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ml/kg ഓഫ് പ്രഡിക്റ്റഡ് ബോഡി വെയിറ്റ് വേണം സെറ്റ് ചെയ്യാൻ. ഓക്കെ. ഇനി FiO2 അല്ലെങ്കിൽ നമ്മൾ ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് ഓക്സിജൻ എന്ന് പറയും. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പേഷ്യന്റിന് ഓക്സിജൻ കൊടുക്കുന്നതാണ് കേട്ടോ, ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ ആണ് കൊടുക്കുന്നത്, പെർസെൻറ്റേജിലാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മുടെ പേഷ്യന്റ് വരുന്നു, പേഷ്യന്റിന് നമ്മൾ ആദ്യം ഏത് പേഷ്യന്റ് ആണെങ്കിലും നമ്മൾ ഇനിഷ്യലി സെറ്റ് ചെയ്യുന്നത് FiO2 എന്ന് പറയുന്നത് 100% FiO2 ആണ് സെറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല ഈ പേഷ്യന്റ് ഏത് FiO2ലാണ് സ്റ്റെബിലൈസ് ആവുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു കണ്ടീഷനിൽ നമ്മൾ ഫുൾ FiO2 100% വെക്കുന്നു. എന്നാൽ 100% നമുക്ക് കുറെ നേരം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമ്മളൊരു പേഷ്യന്റിനെ ഇൻറ്റുബേറ്റ് ചെയ്ത് വെന്റിലേറ്ററിലാക്കി കഴിഞ്ഞാൽ വിത്തിൻ 1 to 2 hours നമ്മളൊരു ABG ചെയ്യണം. ആ ABGയിൽ നമ്മൾ PaO2ന്റെ വാല്യൂ നോക്കുമ്പോൾ അത് 80ക്കും 100 mmHgക്കും ഇടയിൽ വരണം. ഇടയിൽ വന്നില്ല, ഇതിൽ കൂടുതലാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, FiO2 കുറയ്ക്കണം. അപ്പോൾ എത്ര നമുക്ക് കുറയ്ക്കാൻ പറ്റും? നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത് 5 to 10% ആണ് അറ്റ് എ ടൈം കുറയ്ക്കാൻ പറ്റുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കൊരു പേഷ്യന്റ് വന്നു, ഇൻറ്റുബേറ്റ് ചെയ്തു പേഷ്യന്റിനെ, വെന്റിലേറ്ററിൽ സപ്പോർട്ടിലും ഇട്ടു പേഷ്യന്റിനെ. അത് കഴിഞ്ഞിട്ട് 1 to 2 hourനുള്ളിൽ 100% ആണ് വെച്ചിരിക്കുന്നത്, അറിയാലോ ഇനിഷ്യലി നമ്മൾ 100% ആണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 1 to 2 hour ഇന്റർവെല്ലിനിടയ്ക്ക് തന്നെ ഞാൻ ABG ചെയ്തു. അപ്പോൾ എൻ്റെ PaO2 ലെവൽ എന്ന് പറയുന്നത് 120, പേഷ്യന്റ് PaO2 ലെവൽ 126 ആണ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം, FiO2 കുറയ്ക്കണം അല്ലേ. എത്ര കുറയ്ക്കാൻ പറ്റും? 5 to 10% കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഞാനൊരു 5% അല്ലെങ്കിൽ 10%, ഒന്നെങ്കിൽ എനിക്ക് 90 ആക്കാം അല്ലെങ്കിൽ 95 ആക്കാം. അങ്ങനെ ഞാൻ 95 ആക്കി അല്ലേ. അങ്ങനെ 95 ആക്കി ഞാൻ എൻ്റെ ഓക്സിജൻ എനിക്ക് കുറയ്ക്കാൻ പറ്റും അല്ലേ. അങ്ങനെ നമ്മൾ ഒരു പേഷ്യന്റ് സ്റ്റെബിലൈസ് ആവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ FiO2ൽ നമുക്ക് ചേഞ്ചസ് വരുത്താം. ഇനി എൻ്റെ പേഷ്യന്റ് സ്റ്റെബിലൈസ് ആയി, FiO2ൽ ചേഞ്ചസ് വരുത്താം. അപ്പോൾ സ്റ്റെബിലൈസ് ആവുന്നവരെ FiO2 ചേഞ്ചസ് വരുത്താൻ നമ്മൾ എന്ത് ചെയ്യണം, 1 to 2 hour നമ്മൾ എന്ത് ചെയ്യണം, ABG ചെയ്യണം. അപ്പോൾ എൻ്റെ പേഷ്യന്റ് സ്റ്റെബിലൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എപ്പോഴും ABG ചെയ്യണോ? വേണ്ട. 4 to 6 hour ഇന്റർവെല്ലിൽ ABG ചെയ്താൽ മതി. എൻ്റെ പേഷ്യന്റ് സ്റ്റെബിലൈസ് ആയി കഴിഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ സ്റ്റെബിലൈസേഷൻ ഓഫ് പേഷ്യന്റ് ദ FiO2 ഈസ് ബെസ്റ്റ് ടു കെപ്റ്റ് ബിലോ 50% ടു അവോയ്ഡ് ഇഞ്ചുറി ടു ലങ്സ്. അറിയാലോ. അപ്പം സ്റ്റെബിലൈസ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത എയിം എന്ന് പറഞ്ഞാൽ FiO2 എത്രയിൽ വെക്കുക എന്നുള്ളതാണ്, 50%ന് ബിലോ വെക്കുക എന്നുള്ളതാണ്.
ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു FiO2നെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. FiO2 എന്ന് പറയുന്നത് ഇനിഷ്യലി നമ്മൾ 100% വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? FiO2 കുറച്ചുകൊണ്ട് വരണം. PaO2 80നും 100നും ആ ഒരു റേഞ്ചിന് ഇടയിലാവുന്ന വരെ നമ്മൾ FiO2 കുറച്ചുകൊണ്ട് വരണം. എന്നിട്ട് പേഷ്യന്റ് സ്റ്റെബിലൈസ് ആവും. സ്റ്റെബിലൈസ് ആയി കഴിഞ്ഞാൽ നമുക്ക് AVG എപ്പം ചെയ്താൽ മതി? 4 to 6 hour ഇന്റർവെല്ലിൽ ചെയ്താൽ മതി. ഒൺസ് എ പേഷ്യന്റ് സ്റ്റെബിലൈസ് ആയി കഴിഞ്ഞാൽ നമുക്ക് FiO2 എത്ര താഴെ വെക്കാനായിരിക്കണം നമ്മൾ മാക്സിമം നോക്കേണ്ടുള്ളത്? 50%-ന് താഴെ വെക്കാനായിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനിയാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ the number of breath per minute that is intended to provide eucapnic ventilation. ഒന്നുമില്ല, നമ്മളൊരു നമ്പർ ഓഫ് ബ്രെത്ത്സ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസി മറ്റിടത്ത് നമ്മൾ FiO2 100ലാണ് ഇനിഷ്യലി സെറ്റ് ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ എത്രയാണ് ഇനിഷ്യലി സെറ്റ് ചെയ്യുന്നത്? ഒരു 12 to 16 പെർ മിനിറ്റ് വേണം നമ്മൾ ഇനിഷ്യലി സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ പേഷ്യന്റിന് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ അറിയാം നമ്മൾ പേഷ്യന്റ് ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ കൂടുതലാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 16 നമ്മൾ ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ്, പേഷ്യന്റ് കാർബൺ ഡൈ ഓക്സൈഡ് റിട്ടൻഷൻ വരുവാണെങ്കിൽ അത് പുറത്തേക്ക് പോകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് കൂട്ടും. അങ്ങനെ കൂട്ടിയാലും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, 20 ബ്രെത്ത്സ് പെർ മിനിറ്റ് കൂടാൻ പാടില്ല. ഇപ്പം നമ്മൾ റെസ്പിറേറ്ററി റേറ്റ് 20 ബ്രെത്ത്സ് പെർ മിനിറ്റിൽ കൂട്ടുവാണെങ്കിൽ അതൊരു ഓട്ടോ പീപ്പ് ക്രിയേറ്റ് ചെയ്യും. എന്താണ് ഓട്ടോ പീപ്പ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത സംശയം, എന്താണ് ഓട്ടോ പീപ്പ്? ഓട്ടോ പീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുക, നമ്മൾ ഒരു മിനിറ്റിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന റെസ്പിറേഷൻ നമ്പർ ഓഫ് ബ്രെത്ത്സ് പെർ മിനിറ്റ് എന്ന് പറയുന്നത് 12 to 60 ആണ്. അപ്പോൾ അവിടെ ഇൻഫ്ലേറ്റ് ചെയ്യാനും ഡീഫ്ലേറ്റ് ചെയ്യാനും ഒക്കെ ലങ്സിന് സമയം എത്ര കിട്ടിയിരുന്നോ അതിൽ കുറവേ നമ്മൾ 20 മിനിറ്റ്സ് പെർ ബ്രെത്ത് ആവുമ്പോൾ കിട്ടത്തുള്ളൂ. അങ്ങനെ ആവുമ്പോൾ അവിടെ എയർ ട്രാപ്പ് ചെയ്യും, അവിടെ ഒരു പോസിറ്റീവ് എൻഡ് എക്സ്പിറേറ്ററി പ്രഷർ ബിൽഡപ്പ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് ഓട്ടോ പീപ്പ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ അവിടെ എയർ ട്രാപ്പ് ചെയ്തുണ്ടാവുന്ന പീപ്പിനെയാണ് ഓട്ടോ പീപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന പീപ്പല്ല, അവിടെ തന്നെ നമ്മൾ ഈ ഫ്രീക്വൻസി സെറ്റ് ചെയ്യുന്നത് മൂലം ഉണ്ടാവുന്ന പീപ്പാണ് ഓട്ടോ പീപ്പ്. ഓക്കെ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബ്രെത്ത് പെർ മിനിറ്റ് ആണെന്ന് പറഞ്ഞു. നമ്മൾ ഇനിഷ്യലി സെറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 12 to 16 ബ്രെത്ത് പെർ മിനിറ്റ് ആണെന്ന് പറഞ്ഞു. ഒരിക്കലും നമ്മൾ 20 മിനിറ്റ്സ് ബ്രെത്ത് പെർ മിനിറ്റോ അതിൽ എബോവ് നമ്മൾ സെറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ സെറ്റ് ചെയ്താൽ ഓട്ടോ പീപ്പ് ക്രിയേറ്റഡ് ആവും. ഓക്കെ, എന്ന് വെച്ചാൽ എയർ ട്രാപ്ഡ് ആവും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്താണ് പീപ്പ്? പീപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് എൻഡ് എക്സ്പിറേറ്ററി പ്രഷർ എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതെന്താണ് ചെയ്യുന്നതെന്ന് പറയുന്നത് റീഇൻഫ്ലേറ്റ്സ് കൊളാപ്സ്ഡ് ആൽവിയോളെ ആൻഡ് മെയിൻറ്റെയിൻസ് ആൽവിയോളാർ ഇൻഫ്ലേഷൻ ഡ്യൂറിങ് എക്സലേഷൻ. അപ്പൊ കൊളാപ്സ്ഡ് ആയിട്ടുള്ള ആൽവിയോളയിനെ റീഇൻഫ്ലേറ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. പിന്നെ എക്സലേഷന്റെ സമയത്ത് അതിനെക്കുറിച്ച് ഇൻഫ്ലേറ്റ് ചെയ്ത് വെച്ച് ഒരു സർഫസ് ഏരിയ കൂട്ടാനും ഇത് സഹായിക്കുന്നുണ്ട്. അതിന് ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന എന്തൊക്കെയാ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി. ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഫുൾ എക്സ്പിറേഷൻ നടന്നു കഴിഞ്ഞാലും കുറച്ച് എയർ ആൽവിയോളയ്ക്ക് അകത്തുണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ആൽവിയോളൈ കൊളാപ്സ് ആവാതെ അതെങ്ങനെ തന്നെ പ്രിസർവ് ചെയ്ത് വെക്കാൻ, കൊളാപ്സ് ഒഴിവാക്കാനായിട്ടാണ് പീപ്പ് നമ്മൾ മെയിൻലി സഹായിക്കുന്നത്. പിന്നെ അതല്ലാതെ വേറൊരു യൂസ് എന്ന് പറഞ്ഞാൽ റിഫ്രാക്ടറി ഹൈപ്പോക്സീമിയനെ ട്രീറ്റ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. റിഫ്രാക്ടറി ഹൈപ്പോക്സീമിയ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പോക്സീമിയ എന്ന് പറയുന്നത് നമുക്ക് അറിയാമല്ലോ, ബ്ലഡിൽ ഓക്സിജന്റെ കുറവുണ്ട്. പക്ഷെ അത് നമുക്ക് സപ്ലിമെന്റൽ ഓക്സിജൻ വഴി നമുക്ക് ആ ഒരു ഓക്സിജന്റെ ആ ഒരു കണ്ടീഷനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ബ്ലഡിൽ ഓക്സിജന്റെ കുറവുണ്ട്, പക്ഷെ നമ്മൾ ഓക്സിജൻ മാസ്കോ എന്തൊക്കെ വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്താലും, എന്തൊക്കെ സപ്ലിമെന്റൽ ഓക്സിജൻ കൊടുത്താലും നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ റിഫ്രാക്ടറി ഹൈപ്പോക്സിമിയ വരുന്ന കണ്ടീഷൻ എക്സാമ്പിൾ ആണ് പൾമിനറി എഡിമ ARDS. ഈ കണ്ടീഷനിലൊക്കെ നമുക്ക് സപ്ലിമെന്റൽ ഓക്സിജൻ വെച്ചിട്ട് നമുക്ക് ആ കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ ചെയ്യുന്നത് പേഷ്യന്റിനെ വെന്റിലേറ്റ് ചെയ്തിട്ട് പീപ്പ് വെക്കുക എന്നുള്ളതാണ്. പീപ്പ് കുറച്ച് നമ്മൾ പീപ്പ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഹൈ പീപ്പ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരേ ഒരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ട്രീറ്റ്മെന്റ് വെന്റിലേറ്റർ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി ആണ്. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ എക്മോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇത് വെന്റിലേറ്ററിൽ പീപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഈ റിഫ്രാക്ടറി ഹൈപ്പോക്സിമിയനെ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ പീപ്പ് നമ്മൾ കൂടുതൽ വെക്കുമ്പോഴത്തേക്ക് എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പീപ്പ് വെക്കുമ്പോഴത്തേക്ക് എന്താണ്, എക്സ്പിറേഷന്റെ സമയത്തും സർഫസ് ഏരിയ കൂടുതലായിരിക്കും. അപ്പൊ സർഫസ് ഏരിയ കൂടുതലാവുമ്പോഴത്തേക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജൻ എക്സ്ചേഞ്ച്, ബ്ലഡിലേക്ക് ഓക്സിജൻ ആ സമയത്തും പോകുന്നുണ്ട്. അപ്പം ചുരുങ്ങിയിരിക്കുമ്പോൾ പോവാത്ത ഓക്സിജൻ
ആൽവിയോളെ എക്സ്പാൻഡ് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി സുഗമമായിട്ട് ഓക്സിജന്റെ ട്രാൻസ്പോർട്ട് നടന്ന് ബ്ലഡിൽ ഓക്സിജൻ എത്തുന്നു. അങ്ങനെ നമുക്ക് ഹൈപ്പോക്സീമിയ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നു. അതാണ് സിംപ്ലി അവിടെ നടക്കുന്ന എന്തെന്ന് പറയുന്നത് ഒരു ഫിസിയോളജി എന്ന് പറയുന്നത്. ഇത് എന്താണ് കോംപ്ലിക്കേഷൻ? അപ്പം പീപ്പ് വെക്കുന്നതിന് നമുക്ക് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട് അല്ലേ? ഹൈ പീപ്പ് വെച്ചാൽ ഉണ്ടാവുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് വീനസ് റിട്ടേൺ ആൻഡ് കാർഡിയാക് ഡിക്രീസ്ഡ് വീനസ് റിട്ടേൺ ആൻഡ് കാർഡിയാക് ഔട്ട്പുട്ട്. അപ്പൊ ഈ വീനസ് റിട്ടേൺ എങ്ങനെ കുറയുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോ പീപ്പ് വെക്കുകയാണ് അല്ലേ? പീപ്പ് വെക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നറിയാമോ? ഇൻട്രാതൊറാസിക് പ്രഷർ ഹൈ പീപ്പ് വെക്കുമ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ നമുക്കൊരു 3 to 5 വരെ നമുക്ക് നോർമലി പീപ്പ് വെക്കാം. അപ്പോൾ ഒരു ഹൈ പീപ്പ് നമ്മൾ വെക്കുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇൻട്രാതൊറാസിക് പ്രഷർ കൂടും. അപ്പോൾ ഇൻട്രാതൊറാസിക് പ്രഷർ കൂടുമ്പോഴത്തേക്ക് നമ്മുടെ സുപ്പീരിയർ വീനക്കവാസിനെ ഇത് കംപ്രസ് ചെയ്യും. വീനക്കവാസിനെ കംപ്രസ് ചെയ്തിട്ട് നമ്മുടെ വീനസ് റിട്ടേൺ തിരിച്ചു വരത്തില്ല. അങ്ങനെ വീനസ് റിട്ടേൺ വരാതിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും? കാർഡിയാക്ക് പ്രീലോഡ് കുറഞ്ഞിട്ട് കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. അതാണ് നമുക്കിവിടെ നടക്കുന്നത്. അതുപോലെ വീനസ് റിട്ടേണും തിരിച്ചു വരുന്നില്ല. അതുപോലെ തന്നെ ബ്രെയിനിൽ നമുക്ക് ഇൻക്രീസ്ഡ് ICP ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ നിന്നുള്ള ബ്ലഡ് തിരിച്ചു വരുന്നില്ല. അങ്ങനെ അവിടെയും ഇൻക്രീസ്ഡ് ICP ഉണ്ടാവും. കാരണം ഇവിടെ ഇൻട്രാതൊറാസിക് പ്രഷർ കൂടി നിൽക്കുക. പിന്നെ ബാരിട്രോമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ബാരിട്രോമ എന്ന് വെച്ചാൽ പ്രഷറും ഉണ്ട്. ഹൈ പ്രഷറാണ് ആൽവിയോളയിൽ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ട്രോമാസ് ഉണ്ടാവും? ഹൈ പ്രഷർ കൊണ്ടുണ്ടാവുന്ന ട്രോമ ബാരിട്രോമ, ഹൈ വോളിയം കൊണ്ടുണ്ടാവുന്ന ട്രോമ വോളിട്രോമ. പിന്നെ ആൾട്ടർനേഷൻ ഓഫ് റീനൽ ഫങ്ഷൻസ്, അത് നമുക്ക് ഇത് വീനസ് റിട്ടേൺ കുറഞ്ഞിട്ട് കാർഡിയാക് ഔട്ട്പുട്ട് ഉണ്ടാവുന്നില്ല. കാർഡിയാക് ഔട്ട്പുട്ട് കിട്ടാതിരിക്കുമ്പോഴത്തേക്ക് റീനൽ പെർഫ്യൂഷൻ നടക്കത്തില്ല. അങ്ങനെ റീനൽ പെർഫ്യൂഷൻ നടക്കാതിരിക്കുമ്പോഴത്തേക്ക് റീനൽ ഫങ്ഷനും ഓൾട്ടർനേഷനും ഉണ്ടാവും. ഇതാണ് പീപ്പ് കൊണ്ടുള്ള ഉപയോഗവും കോംപ്ലിക്കേഷനും. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? നമുക്ക് നോർമലി 3 to 5 നമുക്ക് പീപ്പ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ കുറച്ച് കണ്ടീഷനിലൊക്കെ നമുക്ക് ഹൈ പീപ്പ് സെറ്റ് ചെയ്യാം. പക്ഷെ ഹൈ പീപ്പ് സെറ്റ് ചെയ്യുമ്പോൾ ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അല്ലേ? ബാരിട്രോമ ഉണ്ടാവുന്നുണ്ടോ? ICP ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? കാർഡിയാക് ഔട്ട്പുട്ട് കുറയുന്നുണ്ടോ? റീനൽ ഫങ്ഷൻ ആൾട്ടർനേഷൻ ഉണ്ടാവുന്നു. ഇത്തരം കാര്യങ്ങളിലും കൂടി നമ്മൾ ശ്രദ്ധ വെക്കണം. ഓക്കെ, ഇനി അടുത്തതാണ് IE റേഷ്യോ. IE റേഷ്യോ എന്ന് പറഞ്ഞാൽ IE എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് എ റേഷ്യോ ഓഫ് ഇൻസ്പിറേഷൻ ടൈം ടു എക്സ്പിറേഷൻ ടൈം ആണ് IE റേഷ്യോ എന്ന് പറയുന്നത്. നോർമലി IE റേഷ്യോ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 1:2 ആയിരിക്കാം, അല്ലെങ്കിൽ 1:4 ആയിരിക്കാം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഈ ലാർജ് IE റേഷ്യോ പോസിബിലിറ്റി ഓഫ് എയർ ട്രാപ്പിംഗ് ആൻഡ് ഓട്ടോ പീപ്പ്. ഇപ്പോൾ ഒരു ലാർജ് IE റേഷ്യോ വെച്ചാൽ അവിടെ ഒരു ഓട്ടോ പീപ്പ് ഉണ്ടാവും. കാരണം ലാർജ് IE റേഷ്യോ എന്ന് പറയുന്നത് ഇപ്പം എന്താണ്, ലാർജ് IE റേഷ്യോ വയ്ക്കുമ്പോഴത്തേക്ക് എന്താണ് എയർ ട്രാപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഓട്ടോ പീപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇൻവേഴ്സ് IE റേഷ്യോ കറക്റ്റ് റിഫ്രാക്ടറി ഹൈപ്പോക്സീമിയ ഇൻ ARDS പേഷ്യന്റ്. റിവേഴ്സ് IE റേഷ്യോ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? എക്സ്പെറേറ്ററി ടൈം ആയിരിക്കും അല്ലേ? റിവേഴ്സ് IE റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? റിവേഴ്സ് IE റേഷ്യോ എന്ന് പറഞ്ഞാൽ എക്സ്പെറേറ്ററി ടൈം കുറവും ഇൻസ്പിറേറ്ററി ടൈം കൂടുതലും അല്ലേ? അപ്പൊ എക്സ്പിറേറ്ററി ടൈം കുറവും ഇൻസ്പിറേറ്ററി ടൈം കൂടുതലും. അപ്പം കുറച്ചും കൂടി സമയം കിട്ടും അല്ലേ? എക്സ്പിറേഷന് കുറച്ചും കൂടി സമയം കിട്ടും. അപ്പൊ അത്രയും സമയം തന്നെ സർഫസ് ഏരിയ കുറച്ച് കൂടുതലാക്കി വെക്കാൻ ലങ്സിന് പറ്റും. അങ്ങനെ പറ്റുമ്പോഴത്തേക്ക് കൂടുതൽ ഓക്സിജൻ ബ്ലഡിലേക്ക് പോകും. ഓക്കെ, അങ്ങനെ റിഫ്രാക്ടറി ഹൈപ്പോക്സീമിയ കുറയ്ക്കാനായിട്ട് പറ്റും. റിഫ്രാക്ടറി ഹൈപ്പോക്സീമിയ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ റിഫ്രാക്ടറി ഹൈപ്പോക്സീമിയ ഉള്ള ഒരു പേഷ്യന്റ് നമ്മൾ ഇൻവേഴ്സ് IE റേഷ്യോ നിൽക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ IE റേഷ്യോ എന്താണെന്ന് പറഞ്ഞു. IE റേഷ്യോ നോർമൽ റേഞ്ച് 1:2 അല്ലെങ്കിൽ 1:4 സെറ്റ് ചെയ്യാം. പക്ഷെ ഒരു ലാർജ് IE റേഷ്യോ ആണ് എങ്കിൽ ഓട്ടോ പീപ്പ് ഉണ്ടാവും. ഒരു ഇൻവേഴ്സ് IE റേഷ്യോ നമ്മൾ ഉപയോഗിക്കുന്നത് റിഫ്രാക്ടറി ഹൈപ്പോക്സീമിയനെ ട്രീറ്റ് ചെയ്യാനായിട്ടാണ്. അടുത്തതാണ് ട്രിഗേഴ്സ്. ട്രിഗേഴ്സ് നമ്മൾ മെയിൻലി കാണുന്നതെന്ന് പറഞ്ഞാൽ അസിസ്റ്റ് വെന്റിലേറ്റർ മോഡ്സിലാണ്. എന്ന് വെച്ചാൽ പേഷ്യന്റ് അവിടെ എഫേർട്ട് ഇടുന്നുണ്ട്. ഒരു പേഷ്യന്റ് ഒരു റെസ്പിറേറ്ററി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ട്രിഗേഴ്സ് ആക്ട് ചെയ്ത് തുടങ്ങത്തുള്ളൂ. അത് 3 തരം ട്രിഗേഴ്സ് ആണുള്ളത്. പ്രഷർ ട്രിഗേഴ്സ്, ഫ്ലോ ബൈ ട്രിഗേഴ്സ്, ടൈം ട്രിഗേഴ്സ് ഉണ്ട്. യൂഷ്വലി നമ്മൾ പ്രഷർ ട്രിഗേഴ്സും ഫ്ലോ ട്രിഗേഴ്സും ആണ് യൂസ് ചെയ്യുന്നത്. എന്താണ് ട്രിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ട്രിഗേഴ്സ് ആണ് ട്രിഗേഴ്സ് എന്ന് പറയുന്നത് എ വേ ടു ഇനിഷ്യേറ്റ് എ വെന്റിലേറ്റർ ഡെലിവേർഡ് ബ്രെത്ത്. ഒരു വെന്റിലേറ്റർ ഡെലിവേർഡ് ബ്രെത്തിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ട്രിഗേഴ്സ് ആണ്. അപ്പൊ പ്രഷർ ട്രിഗേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇനിഷ്യേറ്റഡ് ഇഫ് ദ ഡിമാൻഡഡ് വാൾവ് സെൻസ് എ നെഗറ്റീവ് എയർവേ പ്രഷർ ഡിഫ്ലേഷൻ. എന്ന് വെച്ചാൽ ഇപ്പൊ പേഷ്യന്റ് ഒരു ബ്രെത്ത് എടുക്കുന്നു. അപ്പൊ പേഷ്യന്റ് ബ്രെത്ത് എടുക്കുമ്പോഴത്തേക്ക് ഒരു നെഗറ്റീവ് എയർവേ ഡിഫ്ലേഷൻ ഉണ്ടാവുന്നു. ആ നെഗറ്റീവ് എയർവേ ഡിഫ്ലേഷന്റെ റേഞ്ച് -1 to -3 ഇടയിലാണ് എങ്കിൽ അവിടെ ഒരു പ്രഷർ ട്രിഗർ സെൻസ് ആകും.
പ്രഷർ ട്രിഗർ സെൻസ് ആയാൽ അപ്പം ആരായിരിക്കും ബ്രത്ത് ഡെലിവർ ചെയ്യുന്നത്? വെന്റിലേറ്റർ ഒരു ബ്രത്ത് ഡെലിവർ ചെയ്യും. എന്ന് വെച്ചാൽ പേഷ്യന്റ് ഒരു ബ്രത്ത് ഇനിഷ്യേറ്റ് ചെയ്തെന്ന് വെന്റിലേറ്ററിന് തോന്നിക്കഴിയുമ്പോഴേ വെന്റിലേറ്റർ ഒരു ബ്രത്ത് ഡെലിവർ ചെയ്യത്തുള്ളൂ. ഓക്കെ, അതാണ് പ്രഷർ ട്രിഗർ. എന്ന് വെച്ചാൽ പേഷ്യന്റിന് കൺട്രോൾ ഉണ്ട്, വെന്റിലേറ്ററിന്റെ മേലിൽ പേഷ്യന്റിന് കൺട്രോൾ ഉണ്ട്. അതാണ് പ്രഷർ ട്രിഗർ എന്ന് പറയുന്നത്. ഇനി ഫ്ലോ ബൈ ട്രിഗർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ നമ്മളെ പേഷ്യന്റ് നേരത്തെ ഒരു കൺട്രോൾഡ് വെന്റിലേറ്ററിൽ മോഡിലായിരുന്നു പേഷ്യന്റ്. അപ്പൊ ആ കൺട്രോൾഡ് വെന്റിലേറ്ററിൽ മോഡിലുള്ള അതേ എയർ ഫ്ലോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആ ഡെലിവേർഡ് ഫ്ലോയിൽ ഒരു റിട്ടേൺ ഫ്ലോ വരും അല്ലെ? റിട്ടേൺ ഫ്ലോ വരുമ്പോഴത്തേക്ക് ഈ റിട്ടേൺ ഫ്ലോ ഡെലിവേർഡ് ഫ്ലോയിനേക്കാളും കുറവാണെങ്കിൽ പേഷ്യന്റ് അവിടെ ഒരു റെസ്പിറേറ്ററി എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും? വെന്റിലേറ്റർ ഒരു ബ്രത്ത് ഡെലിവർ ചെയ്യും. ഓക്കെ, അപ്പം റിട്ടേൺ ഫ്ലോ ഡെലിവേർഡ് ഫ്ലോയിനേക്കാളും കുറവാണ്. യൂഷ്വലി അത് സെറ്റ് ചെയ്യുന്നത് 2 ലിറ്റർ പെർ മിനിറ്റ് ആണ്. അത് വെന്റിലേറ്ററിന് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ വെന്റിലേറ്റർ ഒരു ബ്രത്ത് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. അതാണ് ഫ്ലോ ബൈ ട്രിഗർ. ഓക്കെ, അപ്പൊ ട്രിഗർ, പ്രഷർ ട്രിഗറും ഫ്ലോ ബൈ ട്രിഗറും എന്താന്ന് മനസ്സിലായോ? രണ്ടിടത്തും പേഷ്യന്റ് ഒരു ബ്രത്ത് എടുത്തു എന്ന് തോന്നി, ഇനിഷ്യേറ്റ് ചെയ്തു എന്ന് തോന്നിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? വെന്റിലേറ്റർ ബ്രത്ത് ഡെലിവർ ചെയ്യത്തുള്ളൂ. ഓക്കെ, അതാണ് പ്രഷർ ട്രിഗർ ആൻഡ് വെന്റിലേറ്റർ ഫ്ലോ ബൈ ട്രിഗർ. അപ്പൊ ഇനി ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ബ്രീഫ് ചെയ്യാം അല്ലേ? അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ എന്തോ O2, അത് FiO2 ആണ് ഉദ്ദേശിക്കുന്നത്. FiO2 എന്ന് പറയുന്നത് 40% ആണ്. അപ്പോൾ ഒരു സ്റ്റെബിലൈസ് ചെയ്ത ഒരു പേഷ്യന്റ് നമ്മൾ എപ്പോഴും FiO2 എന്തിലായിരിക്കണം? 50% കുറവായിരിക്കണം വെച്ചിരിക്കേണ്ടുള്ളത്. പിന്നെ ടൈഡൽ വോളിയം വെച്ചിട്ടുണ്ട് അല്ലേ? പേഷ്യന്റിന്റെ ടൈഡൽ വോളിയം എന്ന് പറയുന്നത് 400 ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 400 ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ പേഷ്യന്റ് വെയിറ്റ് എത്ര ആയിരിക്കും? 400 ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ പേഷ്യന്റ് വെയിറ്റ് എത്ര ആയിരിക്കും? 50 kg ആയിരിക്കും അല്ലേ? 50 kg ആയിരിക്കും. 50 × 8 400. പിന്നെ വെച്ചിരിക്കുന്നത് F എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രത്ത് പെർ മിനിറ്റ് എന്ന് കൊടുത്തിരിക്കുന്നുണ്ട്. ഇത് എന്താണ്? ഫ്രീക്വൻസി ആണ് അല്ലേ? ഫ്രീക്വൻസി എത്രയാണ് വെച്ചിരിക്കുന്നത്? 80 ആണ് വെച്ചിരിക്കുന്നത്. 20ൽ കുറവാണ്. ഒരു ഓട്ടോ പീപ്പ് ഒന്നും ഇവിടെ സെറ്റ് ചെയ്യത്തില്ല. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? പീപ്പാണ് അല്ലേ? പീപ്പ് ഇവിടെ എത്രയാണ് വെച്ചിരിക്കുന്നത്? 6 ആണ് വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു ഹൈ പീപ്പ് വെക്കേണ്ടുള്ള ഒരു അവസ്ഥയായിരിക്കാം ഇത് ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കും 6 വെച്ചിരിക്കുന്നത്. ഹൈ പീപ്പ് വെക്കേണ്ടുള്ള നമ്മൾ എപ്പോഴാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ARDS പോലുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് ചില പീപ്പ് ഹൈ അല്ലെങ്കിൽ റിഫ്രാക്ടറി ഹൈപ്പോക്സിമിയൊക്കെ ഉള്ള കണ്ടീഷനിൽ നമ്മൾ ഹൈ പീപ്പ് വെക്കേണ്ടി വരും. ഇതാണ് നമ്മൾ ഇത്രയും നേരം കോമൺലി പഠിച്ചത്. പിന്നെ ഇവിടെ ട്രിഗർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലോ ട്രിഗർ ആണ് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഫ്ലോ ട്രിഗർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 1 ലിറ്റർ പെർ മിനിറ്റ് ആണ് കേട്ടോ. 2 ലിറ്റർ നമ്മൾ പഠിച്ചത് 2 ലിറ്റർ അല്ലേ? അപ്പം 2 ലിറ്റർ നമുക്കിവിടെ 2 ലിറ്റർ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, താങ്ക് യു.